വെൽക്കം ബാക്ക് ടു ഒരിടത്തൊരു കഥ. ചില ഇരുട്ടുകൾ വെളിച്ചമില്ലാത്തത് കൊണ്ടല്ല, അവിടെ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഭയപ്പെടുന്നത്. അത്തരത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ സസ്പെൻസും മിസ്റ്ററിയിലും പിടിച്ചിരുത്തുന്ന ഒരു കഥയാണ് ഡാർക്ക്. അപ്പോ കഥയിലേക്ക് എടുക്കാം. 2021 നടക്കുന്ന ഒരു സംഭവമാണ് ആദ്യം കാണിക്കുന്നത്. ഒരാൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് മറ്റൊരു പയ്യൻ വീടിനുള്ളിലേക്ക് വരുന്നു. എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടാതെ നേരെ അടുക്കളയിലേക്ക് പോകുന്നു. അവനൊന്നും പറയാത്തതുകൊണ്ട് പോയ കാര്യം ശരിയായില്ലെന്ന് പറഞ്ഞ് മറ്റേയാൾ അവനെ കളിയാക്കുന്നു. അതിനിടെ അടുക്കളയിൽ നിന്ന് ഒരു നോൺ സ്റ്റിക് പാൻ എടുത്തുകൊണ്ടുവന്ന് അവൻ സോഫയിലുള്ളവന്റെ പിന്നിൽ വന്ന് നിൽക്കുകയും മറ്റേയാളുടെ തലയിലേക്ക് അതുകൊണ്ട് ശക്തമായി അടിക്കുകയും ചെയ്യുന്നു. മുറിക്കുള്ളിൽ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പയ്യൻ ഈ ശബ്ദം കേട്ട് ഹാളിലേക്ക് വരുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ നോൺ സ്റ്റിക് പാൻ മറ്റേയാളുടെ തലയിൽ പകുതിയോളം കുടുങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴാണ് ആ പയ്യൻ അവന്റെ പുറകിലെത്തി കത്രിക കൊണ്ട് അവന്റെ കഴുത്തിലേക്ക് കുത്തുന്നു. അങ്ങനെ അവനും മരിക്കുന്നു. ഈ സംഭവങ്ങളൊന്നും പുറത്തുള്ളവർ അറിയുന്നില്ല. അവിടെ TV ഉച്ചത്തിൽ വെച്ചതുകൊണ്ട് പുറത്തേക്ക് യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. രണ്ടുപേരും മരിച്ചെന്ന് ഉറപ്പായതോടെ അവൻ അവരുടെ മൃതദേഹങ്ങളുടെ മേൽ തീ കൊളുത്തുന്നു. അവസാനം അവനും അവരോടൊപ്പം തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അടുത്ത സീനിൽ വേൾഡ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു IPS ഓഫീസർ അതിഥിയായി എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പബ്ലിക് സർവന്റ് ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് IPS ഓഫീസർ ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നു. സ്പീച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അവിടെ കൂടിയിരിക്കുന്നവരോട് ചോദിക്കുന്നു. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്ന്, നിങ്ങളുടെ കരിയറിൽ ഇതുവരെ ഭയം തോന്നിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഏതെങ്കിലും കേസ് അന്വേഷിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചതും അത് കേട്ടതും IPS ഓഫീസറുടെ മുഖത്ത് ചെറിയൊരു ഭയം പ്രകടമാകുന്നു. ഒരു വീടിന് മുന്നിൽ കാറ് നിർത്തിയിട്ട് IPS ഓഫീസർ ആ വീടിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്നു. 6 മാസം മുമ്പ് ആ വീട്ടിലേക്ക് പാല് കൊണ്ടുവന്ന പയ്യൻ വീടിന്റെ മുന്നിലെത്തുന്നു. വീടിനുള്ളിലേക്ക് നോക്കിയതും അവൻ ഭയന്നു പോകുന്നു. പിറ്റേ ദിവസം പോലീസ് അവിടെ എത്തി അന്വേഷണം ആരംഭിക്കുന്നു. വീടുടമയും ആ വീടിന്റെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മറ്റൊരു പയ്യനും വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതാണ് പോലീസ് കാണുന്നത്. അതിനിടയിൽ ബാലകൃഷ്ണൻ IPS അവിടേക്ക് എത്തുന്നു. ആംബുലൻസ് വന്നോ എന്ന് അദ്ദേഹം കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നു. ഇല്ല സർ, ഇതുവരെ വന്നിട്ടില്ല എന്ന് കോൺസ്റ്റബിൾ പറയുന്നതും, വിളിച്ചപ്പോൾ ആംബുലൻസ് ഉടനെ വരുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടും ഇതുവരെ വന്നില്ലേ എന്ന് ദേഷ്യപ്പെട്ട് ബാലകൃഷ്ണൻ IPS അവരോട് ചോദിക്കുന്നു. മരിച്ചു കിടക്കുന്ന പയ്യൻ ബെഡിലാണ് കിടക്കുന്നത്. ബാലകൃഷ്ണൻ IPS അവനെ ശ്രദ്ധിച്ചു നോക്കിയ ശേഷം അവിടെ കിടന്നിരുന്ന സിഗരറ്റ് എടുത്ത് അതിൽ നിന്നൊന്നെടുത്ത് വലിക്കുന്നു. ഇപ്പോഴെങ്കിലും ആംബുലൻസ് വരുമോ എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് വിളിച്ച് ആംബുലൻസിനെ കുറിച്ച് അന്വേഷിച്ചതും അപ്പോഴാണ് ആംബുലൻസ് ഉടനെ വരില്ലെന്ന് മനസ്സിലാവുന്നത്. അതോടെ അദ്ദേഹം കോൺസ്റ്റബിളിനോട് ദേഷ്യപ്പെട്ട്, ഇപ്പോഴും കള്ളം പറയാനും തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ കിടന്നിരുന്ന മൃതദേഹം എഴുന്നേറ്റ് ആള് നേരെ ഹാളിലേക്ക് നടന്നു പോകുന്നു. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയ ശേഷം, ഈ പേരിൽ ചെറുതായ ഒരു മാറ്റം കേട്ടാ, ബാലകൃഷ്ണനല്ല ബാലചന്ദ്രനാണ്. അപ്പോ ഈ മരിച്ച മൃതദേഹം നേരെ എഴുന്നേറ്റ് വന്ന് ഹാളിൽ വന്ന് അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു. ബാലചന്ദ്രൻ IPSനെ നോക്കി, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ ബാലചന്ദ്ര എന്ന് പറയുന്നു. അത് കേട്ടതും ആ ഒരു പയ്യൻ ബോധം കെട്ട് വീഴുന്നു. മരിച്ചു കിടന്ന ആള് എങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു എന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ബാലചന്ദ്രൻ IPS ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ പോലീസ് ആവട്ടെ കസേരയിൽ ഇരുന്നുറങ്ങുന്നു. ഡോക്ടർ അവിടെ വന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ആ വയസ്സായ വീട്ടുടമ മരിച്ചിട്ട് ഏകദേശം 8 മണിക്കൂറായി. പക്ഷെ മറ്റേയാൾക്ക് എന്താണ് സംഭവിച്ചെന്ന് ഇതുവരെ അറിയില്ല. അൺകോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ആ പയ്യനൊപ്പം ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സുഹൃത്തിനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, കുറച്ച് ദിവസങ്ങളായി അവന് നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ടെൻഷനിലായിരുന്നു. പക്ഷെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ബാലചന്ദ്രനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് പോലീസ് ചോദിക്കുന്നു. എന്നാൽ ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. എന്തെങ്കിലും ഓർമ്മ വന്നാൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് പോലീസ് അവരോട് പറയുന്നു. അതേസമയം ബാലചന്ദ്രന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലീസിന് തന്നെ വലിയൊരു കൺഫ്യൂഷൻ ആവുന്നു. പ്രത്യേകിച്ച് മരിച്ചുപോയ ഒരാൾ എഴുന്നേറ്റ് ബാലചന്ദ്രന്റെ പേര് പറഞ്ഞത് എല്ലാവരെയും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. അത് അവരുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ സംസാര വിഷയമായിരുന്നു. മറ്റൊരു പോലീസുകാരൻ ബാലചന്ദ്രനെ കളിയാക്കിയതുകൊണ്ട്, എന്താണ് ബാലചന്ദ്ര, നീ ഇവിടെ ഭയങ്കര ഫേമസ് ആയല്ലോ എന്ന് പറയുന്നു. ബാലചന്ദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ, താൻ വന്ന കാര്യം അന്വേഷിച്ച് അവിടുന്ന് പോക്കൂ എന്ന് അയാൾ പറയുന്നു. അതിനിടെ ബോധം കെട്ട് വീണ ആ പയ്യന്റെ CCTV ദൃശ്യങ്ങളുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പോലീസ് ഇവരെ കാണിക്കുന്നുണ്ട്. ഓഫീസർ ആകട്ടെ ഇത് കൈമാറിയതും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പയ്യന്റെ വീണ്ടും ബോധം കെട്ട് വീഴുന്നു.
പോലീസ് ഉടൻ തന്നെ അവനെ വിളിച്ചുണർത്തി. അവൻ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടതോടെ അവർക്ക് അവന്റെ കാര്യത്തിൽ സംശയം തോന്നി. ക്യാഷ് എടുക്കാൻ വേണ്ടി ATM-ൽ പോയപ്പോ അവൻ മയങ്ങി വീണു എന്നാണ് പറഞ്ഞത്. അത് ചെക്ക് ചെയ്യുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ബാലചന്ദ്രൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു. അതിനിടെ ഇവരുടെ വീടിന്റെ പരിസരത്ത് നിന്ന് മന്ത്രവാദവുമായി ബന്ധപ്പെട്ടതുപോലുള്ള ഒരു തകിട് പോലെയുള്ള ഒരു വിചിത്രമായ സംഭവം, അതായത് ഒരു വസ്തു പോലീസിന് ലഭിക്കുന്നു. ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ബാലചന്ദ്രൻ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നു. ഈ പയ്യന്റെ അവസ്ഥയെക്കുറിച്ച് സൈക്കാട്രിസ്റ്റ് പോലീസുമായി ബന്ധപ്പെടുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആ പയ്യൻ സൈക്കാട്രിസ്റ്റിനെ കാണാൻ വന്നിരുന്നു. ഡോക്ടർ പോലീസിനോട് പറയുന്നു, ഇവന്റെ കഥ കുറച്ച് ട്രാജഡിയാണ്. പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. എങ്കിലും അവൻ പറഞ്ഞ ഓരോ കാര്യം ഡോക്ടർ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. ആ റെക്കോർഡിംഗ് അടങ്ങിയ ടേപ്പ് പിന്നീട് ഡോക്ടർ പോലീസിന് കൈമാറുന്നു. ബാലചന്ദ്രൻ ആ ടേപ്പ് പ്ലേ ചെയ്യുന്നു. എന്റെ പേര് വിഘ്നേഷ്. എന്റെ വീട് ബാംഗ്ലൂരിലാണ്. ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇത് 27 ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. വിഘ്നേഷിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പുതിയൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ അമ്മ പൂജിച്ച പ്രസാദം കൊടുത്ത് അവനെ യാത്ര അയക്കുന്നു. വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ അവന്റെ അമ്മ നെറ്റിയിൽ കുറിയിട്ട് കൊടുത്തിരുന്നു. എന്നാൽ വിഘ്നേഷ് അത് മായ്ച്ചു കളയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ ഓഫീസിലെത്തുന്നു. അവന്റെ ഒരു സുഹൃത്ത് റൂം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് റൂം റെഡിയാക്കി കൊടുത്തിരുന്നില്ല. അതിന്റെ ദേഷ്യം വിഘ്നേഷിനുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ബോസിനോട്, എനിക്കിതുവരെ താമസിക്കാൻ വീട് ശരിയായിട്ടില്ല, അതുകൊണ്ട് വീട് അന്വേഷിക്കാൻ ഒരു ദിവസം സമയം വേണം എന്ന് പറയുന്നു. അങ്ങനെ അവൻ വീട് അന്വേഷിക്കാനായി നടക്കുന്നു. 3 മാസത്തേക്കാണ് തനിക്ക് വീട് ആവശ്യമെന്ന് പറഞ്ഞതുകൊണ്ട് പലരും അവന് വീട് നൽകാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഈ കാര്യം അവൻ ആരോടും പിന്നെ പറയുന്നില്ല. അവസാനം അന്വേഷണം നടന്ന് ഒരു വീട് അവന് കണ്ടെത്താൻ കഴിയുന്നു. നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വീടുടമ, ആദ്യം നീ വീടൊന്ന് കണ്ടു നോക്ക്, അതിനുശേഷം വാടകയ്ക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറയുന്നു. അങ്ങനെ വിഘ്നേഷ് വീട് കാണാൻ പോകുന്നു. പക്ഷെ വീട് കണ്ടതും അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയും മനോഹരമായ ഒരു വീടായിരുന്നത്. വീടുടമ അവന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ചായ കുടിച്ച ശേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വിഘ്നേഷ് കൊള്ളാം, അടിപൊളിയാണ് എന്ന് പറയുന്നു. ചായയിൽ ഏലക്ക കുറവുണ്ടെന്ന് പറഞ്ഞതും എന്തോ അഭിപ്രായം പറയുന്നു. വിഘ്നേഷ് സത്യസന്ധമായി, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വീട് നോക്കുന്നത് 3 മാസത്തേക്കാണ്. ഇത്രയും വലിയ വീട് എനിക്ക് റെന്റ് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ നോക്കുന്നില്ല എന്നവൻ പറയുന്നു. നിങ്ങൾ ഇത്രയ്ക്കും സത്യസന്ധമായി പറഞ്ഞതുകൊണ്ട് ഞാനും നിങ്ങളോട് ഒരു കാര്യം സത്യമായി പറയാം. ഈ വീട് മുമ്പ് 3 പേർ മരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ വീട്ടിലേക്ക് വാടകയ്ക്ക് ആരും വരാറില്ല. ഈ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് സ്ഥലം വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വീട് വിൽക്കണമെന്നാണ് എന്റെ തീരുമാനം. നീ ഇവിടെ താമസിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വെറും 3000 രൂപയ്ക്ക് ഈ വീട് നിനക്ക് വാടകയ്ക്ക് തരാം. ഇത് കേട്ടതും വിഘ്നേഷ് ശരിക്കും ഞെട്ടിപ്പോകുന്നു. ഇത്രയും വലിയൊരു വീട് 3000 രൂപയ്ക്ക് കിട്ടുകയോ? അവൻ അത് ചിന്തിക്കുന്നു. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് ഇത്രയും വലിയൊരു വീട് കിട്ടുന്നത് അവനെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വിഘ്നേഷും തന്റെ ഫ്രണ്ടിനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് അവർ എത്തുന്നത്. തുടർന്ന് ഇരുവരും ചേർന്ന് വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. ക്ലീനിങ് കഴിഞ്ഞതോടെ വീട് നല്ല ഭംഗിയാവുന്നു. അവന്റെ ഫ്രണ്ട് ആകട്ടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോകുന്നു. അതിനുശേഷം വിഘ്നേഷ് ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കറണ്ട് പോകുന്നു. കറണ്ട് പോയതും പിന്നെ കറണ്ട് വരുന്നു. പിന്നെയും കറണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. അപ്പുറത്തുള്ള വീട്ടുകളിലൊക്കെ കറണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇവരുടെ വീട്ടിൽ മാത്രം കറണ്ടില്ല. അപ്പോഴാണ് ആ വീട്ടിലെ പെൺകുട്ടി പുറത്തേക്ക് തുണിയെടുക്കാൻ വേണ്ടി വന്നത്. വിഘ്നേഷ് ആ പെൺകുട്ടിയെ കാണുകയും അവളോട് അവളുടെ അച്ഛനോട് ഇവിടെ കറണ്ടില്ല എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അവളുടെ അച്ഛൻ വന്ന് കറണ്ടിന്റെ ചെറിയ പ്രശ്നമാണെന്നും മെഴുകുതിരി എടുത്തുകൊണ്ട് ഞാൻ വരാമെന്നും പറയുന്നു. അയാൾ അത് പറഞ്ഞതും അപ്പൊ തന്നെ കറണ്ട് വരുന്നു. അങ്ങനെ അന്ന് രാത്രി വിഘ്നേഷ് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഉടൻ അവൻ പാല് വാങ്ങാനായി അടുത്തുള്ള കടയിലേക്ക് പോകുന്നു. അവിടെയുള്ള ആൾ, പാല് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്, ഇനി മുതൽ ഞാൻ നിനക്ക് കൊണ്ടുതരാം എന്ന് പറയുന്നു. അങ്ങനെ വിഘ്നേഷ് പാല് വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം താൻ ഒരു സിനിമയുടെ പോസ്റ്റർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതിനാൽ ആ പോസ്റ്റർ മേക്കിങ്ങിന്റെ ജോലിക്കായി അവൻ പുറത്തോട്ട് പോകുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ ശേഷം അവൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്പൂണ് താഴേക്ക് വീഴുന്നു. അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ ബേസിലിന്റെ അടിയിൽ അവൻ എന്തോ കെട്ടിവെച്ചിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്തോ ഏലസും മറ്റും ചുറ്റിക്കെട്ടിയിട്ടുള്ള ഒരു വിചിത്രമായ സാധനമായിരുന്നു അത്. അതെന്താണെന്ന് മനസ്സിലാക്കാതെ വിഘ്നേഷ് അതിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ അമ്മ അവന് കോൾ ചെയ്യുന്നു. അവൻ ഫോൺ എടുത്ത് അമ്മയോട് സംസാരിക്കുന്നു. ഫോൺ സംഭാഷണം കഴിഞ്ഞ ശേഷം വീണ്ടും ആ സാധനത്തിലേക്ക് നോക്കുന്നു. എന്താണെന്ന് മനസ്സിലാകാത്തതിനാൽ അവസാനം അതെടുത്ത് പുറത്തു കളയുന്നു.
അന്ന് രാത്രി വിഘ്നേഷ് പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും TV തനിയെ ഓണായിരിക്കുന്നതിനാൽ അവൻ കാണുന്നു. എന്താണ് ഈ ശബ്ദം എന്ന് ചിന്തിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ TV ഓണായിരിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ അവൻ TV ഓഫ് ചെയ്യുന്നു. ശേഷം പുറത്തുപോയി പാലെടുത്ത് വന്ന് കിച്ചണിൽ പാല് ചൂടാക്കാൻ പോകുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ താഴെ വീണ് കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അവനതെടുത്ത് മുകളിൽ ടേബിൾ വെച്ച ശേഷം അവൻ കോഫി കുടിക്കാനായിരിക്കുന്നു. അപ്പോഴാണ് അലമാരയിൽ വെച്ചിരിക്കുന്ന പുസ്തകം താഴെ വീണ് കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ ഉടൻ തന്നെ അതെടുത്ത് അലമാരയിൽ കൃത്യമായി തിരിച്ചു വെക്കുന്നു. രാവിലെ വിഘ്നേഷ് ജോലിക്ക് പോകുമ്പോൾ വീടുടമ കടം വാങ്ങിയവരുടെ പണം തിരികെ ചോദിച്ചുകൊണ്ട് കുറച്ചു പേർ അവരുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അവൻ ജോലി സ്ഥലത്ത് എത്തിയ ശേഷം തന്റെ ഫ്രണ്ടിനോട് നിന്റെ ഈ മുഖം കണ്ടു ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിടെ അടുക്കളയിൽ നിന്ന് ആ നോൺ സ്റ്റിക്ക് പാൻ വീണ്ടും താഴെ വീഴുന്നു. എന്നാൽ വിഘ്നേഷ് അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലി തുടരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തതും അതേ സമയത്ത് കറണ്ട് പോകുന്നു. അവൻ സിഗരറ്റ് എടുക്കാൻ നോക്കുമ്പോൾ കറണ്ട് പോകുന്നു. ലൈറ്റർ കത്തിച്ചതും അവന്റെ മുമ്പിൽ കത്തിക്കരിഞ്ഞ ഒരു മുഖം വന്ന് മിന്നി മറിഞ്ഞു പോകുന്നു. ഇത് കണ്ട് അവൻ ഭയന്നു പോകുന്നു. ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ തെളിച്ചു നോക്കുന്നു. അപ്പോഴേക്കും കറണ്ട് വരുന്നു. കറണ്ട് വന്നതോടെ TVയും തനിയെ ഓണാവുന്നു. ഇതോടെ വിഘ്നേഷിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. പേടിച്ച് അവൻ നേരെ മുറിയിൽ പോയി പുതപ്പ് മൂടി കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വിഘ്നേഷ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ പുസ്തകം വീണ്ടും നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. TV ഓണായിരിക്കുന്നതും അടുക്കളയിൽ നോൺ സ്റ്റിക്ക് പാൻ താഴെ വീണ് കിടക്കുന്നതും കാണുന്നു. ഇതെല്ലാം കണ്ടതോടെ അവൻ കൂടുതൽ ടെൻഷൻ ആകുന്നു. ഓഫീസിലെത്തിയ ശേഷം അവൻ ഒറ്റയ്ക്കിരുന്ന് ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയുണ്ടായി. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ട അവന്റെ ഫ്രണ്ട് അവിടേക്ക് വരുന്നു. വിഘ്നേഷിന്റെ പെരുമാറ്റം കണ്ട് അവൻ കളിയാക്കിക്കൊണ്ട് എന്തൊക്കെ പറയുന്നു. വിഘ്നേഷിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവരുമായി വഴക്കിടുന്നു. വിഘ്നേഷിന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ അവന്റെ ഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി വിഘ്നേഷ് കിടന്നുറങ്ങുമ്പോൾ മുറിക്ക് പുറത്തുള്ള ഹാളിൽ ലൈറ്റ് തെളിയുന്നത് കണ്ട് അവൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി അവൻ എഴുന്നേറ്റതും അപ്പോഴാണ് ആ ഒരു നിഴൽ തന്റെ മുറിയിലേക്ക് വരുന്നത് പോലെ അവന് തോന്നുന്നത്. ഭയന്ന് വിഘ്നേഷ് ഒന്നും മിണ്ടാതെ ബെഡിൽ തന്നെ അനങ്ങാതെ കിടന്നു. ആ നിഴൽ പതുക്കെ അവന്റെ മുറിയുടെ അടുത്തേക്ക് എത്തുന്നു. തുടർന്ന് മുറിയുടെ വാതിൽ തുറക്കുന്നു. വിഘ്നേഷ് ഭയന്ന് അനങ്ങാതെ കിടക്കുമ്പോൾ ആ നിഴൽ അവന്റെ അടുത്ത് വന്ന് ബെഡിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. ഭയന്നവൻ കണ്ണടിച്ച് കിടന്ന് അവന്റെ പുതപ്പ് വലിച്ചെടുത്ത് അവൻ പൊതിച്ചു കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ശേഷം പതിവ് പോലെ അവന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ച അവന്റെ ഫ്രണ്ട് ഇവൻ എന്തോ വലിയ ടെൻഷനുണ്ട്, ഇങ്ങനെ പെരുമാറുന്ന ആളോടൊപ്പം ജോലി ചെയ്യുന്നത് ശരിയാകില്ല എന്ന് കരുതി അവൻ കുറച്ച് മാറി നിൽക്കുന്നു. അങ്ങനെ വിഘ്നേഷ് ഒരു തീരുമാനമെടുക്കുന്നു. അന്ന് വീട്ടിലെത്തിയ ഉടൻ TVയുടെ പ്ലഗ് ഊരി ഒരു മൂലയിലേക്ക് TV മാറ്റിവെക്കുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന പുസ്തകവും നോൺ സ്റ്റിക്ക് പാനും എടുത്ത് വീടിന് പുറത്തു കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചു മൂടുന്നു. അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ TV ഓണാകുന്ന ശബ്ദം കേൾക്കുന്നു. ആരോ TV ഓൺ ചെയ്തതാണെന്ന് കരുതി അവൻ എഴുന്നേറ്റ് ഹാളിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. നോക്കിയപ്പോൾ TV അവിടെ തന്നെയുണ്ട്. അതുപോലെ നോൺ സ്റ്റിക്ക് പാനും പുസ്തകവും അവിടെ തന്നെ കിടക്കുന്നതായി കാണുന്നു. ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ പുറത്തുപോയി താൻ സാധനങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലത്തേക്ക് കുഴി വീണ്ടും തുറന്നു നോക്കുന്നു. പക്ഷെ അവിടെ ഒരു പുസ്തകമോ നോൺ സ്റ്റിക്ക് പാനോ ഉണ്ടായിരുന്നില്ല. തിരികെ മുറിയിലെത്തിയപ്പോൾ TV വീണ്ടും തനിയെ ഓണാവുന്നു. ഇത് കണ്ട് അവൻ ഭയന്നു പോകുന്നു. TV ഓഫ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആദ്യം അത് കഴിയുന്നില്ല. പലതവണ ശ്രമിച്ചതിനു ശേഷം അവസാനം TV ഓഫ് ചെയ്യുന്നു. TV ഓഫ് ചെയ്തതും പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്ന് ആരോ അവന്റെ തോളിൽ കൈവെക്കുന്നു. ഇതറിഞ്ഞതും വിഘ്നേഷ് ഭയന്ന് നിലവിളിച്ചു പോകുന്നു. പേടിയിൽ അവൻ മൂത്രമൊഴിച്ചു പോകുന്നു. അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ബോധം വന്നതോടെ അവൻ തന്റെ ഫ്രണ്ടിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ അപ്പോഴാണ് വീടുടമ അവന്റെ അടുത്ത് വരുന്നത്. അവര് വളരെയധികം സന്തോഷത്തോടെ അയാൾ വിഘ്നേഷിനോട് പറയുന്നു, നീ ഇവിടെ വന്നതു മുതൽ എനിക്ക് നല്ല കാലമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട് വാങ്ങാമെന്ന് നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം നീ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിഘ്നേഷിനോട് കൈകൂപ്പി നന്ദി പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ വിഘ്നേഷിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പോകുന്നു. അന്നവൻ ജോലിക്ക് പോകുന്നതും പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു വരാതെ അവിടെ തന്നെ താമസിക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ പിന്നീട് വീട്ടിലെത്തിയപ്പോൾ പുസ്തകവും നോൺ സ്റ്റിക്ക് പാനും ഉടനെ എല്ലാം അവിടെ തന്നെ കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ആ വീട്ടിൽ ഹാളിൽ തന്നെ കിടന്നുറങ്ങുന്നു. ഇതോടെ അവൻ ഒന്നും മനസ്സിലാകാതെ അവൻ അസ്വസ്ഥനാകുന്നു.
ജോലി സ്ഥലത്തും അവന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. അവന്റെ ഈ പെരുമാറ്റം ഓഫീസിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നു. അതിനിടെ അവൻ താമസിക്കുന്ന വീട്ടിൽ നടന്ന മരണങ്ങളെ കുറിച്ച് ഒരു വാർത്ത അവൻ വായിക്കുന്നു. അതോടെ അവന്റെ ഭയം കൂടുതൽ വർദ്ധിക്കുന്നു. ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോഴും ലൈറ്റും മറ്റും നോക്കി അവൻ ഭയപ്പെടാൻ തുടങ്ങുന്നു. സാധാരണ രീതിയിൽ ആരോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം ഒന്നും അവന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും അവൻ എത്തുന്നുണ്ട്. അതിനിടെ ഒരു സിനിമയുടെ പോസ്റ്റർ ചെയ്യാമെന്ന് അവൻ ഏൽപ്പിച്ചിരുന്ന വർക്ക് അവൻ പോസ്റ്റർ തയ്യാറാക്കി നൽകുന്നതും അതൊരു റൊമാൻറ്റിക് സിനിമയുടെ പോസ്റ്റർ ആയിരുന്നുവെങ്കിലും വിഘ്നേഷ് തയ്യാറാക്കിയ പോസ്റ്റർ കണ്ടാൽ ഒരു പ്രേത സിനിമയുടെ പോസ്റ്റർ പോലെയായിരുന്നു തോന്നിയത്. അവിടെയുള്ള സിനിമയുടെ നടൻ തന്നെ പോസ്റ്റർ ചെയ്തത് വിഘ്നേഷ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇത് നീ തന്നെയാണല്ലേ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ ഇത് നിങ്ങൾക്ക് മനസ്സിലായേ എന്ന് ചോദിക്കുമ്പോൾ ഇവനെ കണ്ടാലറിയാം ഇവനാണ് ചെയ്തതെന്ന് എന്നവർ പറയുന്നു. അതിനിടെ ഓഫീസിൽ ക്ലീനിങ് ജോലി നടക്കുകയായിരുന്നു. പുകപൂരയുള്ള എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നതിനാൽ അവിടെ നിൽക്കരുതെന്ന് ബോസ് വിഘ്നേഷിനോട് പറയുന്നു. ഞാൻ ഇവിടെ നിന്നോളാം എന്ന് വിഘ്നേഷ് പറയുമ്പോഴും അത് അപകടമാണ്, നമ്മുടെ ആരോഗ്യത്തിന് പോലും പ്രശ്നമാകും, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട എന്ന് ബോസ് കർശനമായി വിഘ്നേഷിനോട് പറയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഘ്നേഷ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൻ നേരെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നു. മദ്യക്കുപ്പിയുമായാണ് അവൻ അങ്ങോട്ട് വന്നത്. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അവന്റെ അമ്മ കോൾ വരുന്നത്. അതേസമയം അവന്റെ അമ്മ അവന്റെ ആ വീട്ടിലേക്ക്, വാടകയുള്ള ആ ഒരു വീട്ടിലേക്ക് വരുന്നു. താഴത്തെ വീട്ടിലെ പെൺകുട്ടിയോട് അവന്റെ അമ്മ വീടിന്റെ താക്കോല് ചോദിക്കുന്നു. വിഘ്നേഷ് ജോലി സ്ഥലത്താണെന്നും വരാൻ വൈകുമെന്ന് പറഞ്ഞ് അവൾ താക്കോല് നൽകുന്നു. വിഘ്നേഷിന്റെ അമ്മ വീടിനുള്ളിൽ കയറിയപ്പോൾ വീടാകെ അലങ്കോലമായി കിടക്കുന്നതാണ് കാണുന്നത്. പാത്രങ്ങളൊക്കെ കഴുകാതെ കിടക്കുകയായിരുന്നു. അമ്മ അവയെല്ലാം കഴുകി വൃത്തിയാക്കി അന്ന് രാത്രി അമ്മ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. പതിവ് പോലെ രാത്രി TV തനിയെ ഓണാവുന്നു. ശബ്ദം കേട്ട് അമ്മ വിഘ്നേഷ് വന്നെന്ന് കരുതി പുറത്തേക്ക് വരുന്നു. അതേസമയം വിഘ്നേഷ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. ഉടൻ തന്നെ അവൻ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അമ്മ അവിടെ ഇല്ലായിരുന്നു. അവൻ അമ്മയെ വിളിച്ച്, അമ്മ എന്നോട് പറയാതെ ഇനി ഇങ്ങോട്ട് വരരുത്, ഞാൻ കൂടെയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവൂ എന്നവൻ കർശനമായി അവന്റെ അമ്മയോട് പറയുന്നു. അന്ന് രാത്രി വിഘ്നേഷ് നേരെ ടെറസിലേക്ക് പോയി കിടക്കുന്നു. വീടിന്റെ താക്കോല് തലയിണയുടെ പിന്നിൽ വെച്ച ശേഷം അവൻ അവിടെ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് വീടുടമയുടെ മകൾ എവിടെ വന്ന് കരയുന്നത് അവൻ കാണുന്നത്. അവളെ കണ്ടതും വിഘ്നേഷ് തിരികെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവൾ അവനോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. എന്തിനാണ് എന്നോട് അങ്ങനെ ചോദിച്ചത് എന്ന് വിഘ്നേഷ് തിരിച്ചു ചോദിക്കുന്നതും, എന്റെ കാര്യം അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാരണമാണ് അദ്ദേഹത്തിന് ഇത്ര കഷ്ടമുണ്ടായത്, ഞാൻ കാരണമാണ് എന്റെ അച്ഛന് ഇത്രയധികം കഷ്ടത അനുഭവിച്ചത്, ഞാൻ കാരണം അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, നീ എന്ത് ചെയ്തിട്ടാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വിഘ്നേഷ് അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത്, കൊലപ്പെട്ട 3 പേരിൽ ഒരാൾ അന്ന് രാത്രി എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു, അതിനുശേഷമാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടായത്. അത്രയും പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. വിഘ്നേഷ് വീണ്ടും ടെറസിൽ കിടന്നുറങ്ങുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് ഓരോന്നായി പുഴുക്കൾ വീഴാൻ തുടങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു നായ, അതിന്റെ മുഖത്ത് നിന്ന് പുഴുക്കൾ അവന്റെ ശരീരത്തിലേക്ക് വീഴുന്നു. അവൻ വീണ്ടും നോക്കിയപ്പോൾ ആ നായ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കടിക്കാൻ ശ്രമിക്കുന്നു. ഭയന്ന വിഘ്നേഷ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതും, എന്നാൽ എഴുന്നേറ്റപ്പോൾ അവൻ ടെറസിലല്ല, വീടിനുള്ളിലെ മുറിയിലാണ് കിടക്കുന്നത്. താൻ കഴിഞ്ഞ രാത്രി ടെറസിലാണ് കിടന്നതെന്ന് അവന് വ്യക്തമായി ഓർമ്മയുണ്ടായിരുന്നു. അതിനുശേഷം താക്കോൽ തലയിണയുടെ അടിയിൽ പിന്നിൽ വെച്ചതും അവൻ ഓർമ്മ വന്നു. ഉടൻ തന്നെ അവൻ തലയിണയുടെ പിന്നിൽ താക്കോലുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. നോക്കിയപ്പോൾ താക്കോൽ അവിടെ തന്നെ കിടക്കുന്നുണ്ടായി അവൻ കാണുന്നു. വിഘ്നേഷ് നേരെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുന്നു. എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് അവൻ ഡോക്ടറോട് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ അവനോട് പറയുന്നു, നിങ്ങൾ വീട്ടുടമയോട് കാണിക്കുന്ന ഈ ദയ നിങ്ങളോട് തന്നെ കാണിച്ചാൽ എങ്ങനെയിരിക്കും? ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് മാനസികവും ശാരീരികമായി വളരെയധികം ദുർബലനായി കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഉറക്ക ഗുളിക എഴുതി തരാം. ഇതുവരെ നടന്ന കാര്യങ്ങളാണ് ആ ഒരു ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നത് ബാലചന്ദ്രൻ കേട്ടത്. ഇപ്പോ ആ ഒരു വോയിസ് ക്ലിപ്പ് മുഴുവനും കേട്ട് കഴിഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ നേരെ ICUയിലേക്ക് പോകുന്നു വിഘ്നേഷിനെ കാണാൻ വേണ്ടി. അവന്റെ അടുത്ത് എത്തിയതും, നീ എന്തിനാടാ എന്റെ പേര് പറഞ്ഞത് എന്ന് ചോദിച്ചതും എന്തോ ശബ്ദം കേട്ട് ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കിയതും വിഘ്നേഷ് അവനെ പിടിച്ച്, ബാലചന്ദ്ര നീ ഇവിടുന്ന് പോ എന്ന് ആവർത്തിച്ച് അവനോട് പറയുന്നു. അതേ വാക്കുകൾ തന്നെ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇത് കേട്ട് ബാലചന്ദ്രന് ഭയം തോന്നുന്നു. അപ്പോഴേക്കും ഡോക്ടർ ഓടി വന്ന് വിഘ്നേഷിനെ പരിശോധിക്കുന്നു. എന്നാൽ നേരത്തെ എഴുന്നേറ്റതുപോലെ ഇത്തവണ അവൻ വീണ്ടും എഴുന്നേൽക്കുന്നില്ല. അതേസമയം പ്രേതത്തിന്റെ ശല്യം കാരണം വിഘ്നേഷിന്റെ അവസ്ഥ വളരെ മോശമാകുന്നു.
അവൻ കുടിക്കുകയും പുകവലിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായി ഭക്ഷണം കഴിക്കുകയോ സാധാരണ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ അവൻ മുന്നോട്ടു പോയി. അങ്ങനെ ഒരു ദിവസം അവൻ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പ്രേതം അവനെ അതിനു പോലും സമ്മതിക്കുന്നില്ല. മുറിയിലുണ്ടായിരുന്ന പാത്രവും പുസ്തകവും എല്ലാം അവന്റെ നേരെ വലിച്ചെറിയുന്നു. അവസാനം സാഹികെട്ട് വിഘ്നേഷിന് ദേഷ്യം വന്നതോടെ, നിനക്ക് എന്താ പ്രാന്താണോ, എന്തിനാണ് നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്, ഞാനൊരു ചിത്രം വരയ്ക്കുന്നത് പോലും നിനക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് പ്രേതത്തിനോട് വിഘ്നേഷ് അങ്ങോട്ട് വഴക്കിടുന്നു. അത്രയും ദേഷ്യപ്പെട്ടിട്ടും പ്രേതം അവന്റെ ചിത്രം കീറിക്കളയുന്നു. ഇത് കണ്ട് വിഘ്നേഷിന് കൂടുതൽ ദേഷ്യം വരുന്നു. ഇത്രയും ധൈര്യമാണോ നിനക്ക് എന്ന് പറഞ്ഞ് ബാക്കി വന്ന ഡ്രോയിങ് പെയിന്റുകൾ ഉപയോഗിച്ച് അവൻ ചുമരിൽ തന്നെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. അവൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രേതം വീണ്ടും അവന്റെ അടുത്ത് വരുന്നു. അവിടെ നടക്കുന്നതെല്ലാം വീടുടമ താഴെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ ആ വീടിന്റെ അകത്ത് കറണ്ട് വരികയും പോവുകയും ആവർത്തിച്ച് നടന്നുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ വീടുടമ അവിടേക്ക് വരുന്നു. വീടാകെ അലങ്കോലമായി കിടക്കുന്നതും പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതും ചുവരിൽ ശിവന്റെ ചിത്രം വരച്ചിരിക്കുന്നതും അയാൾ കാണുന്നു. അയാൾ വിഘ്നേഷിനോട് ചോദിക്കുന്നു, എന്താണ് ഇത് സംഭവിച്ചത്? ഇത്രയും ദിവസങ്ങളായിട്ടും നീ എനിക്ക് വേണ്ടി ഇതൊക്കെ സഹിച്ച് ഇവിടെ എന്തിനാണ് നിന്നത്? എന്താണ് പ്രശ്നമെന്ന് എന്നോട് വന്ന് പറഞ്ഞാ പോരായിരുന്നില്ലേ? അന്ന് വൈകുന്നേരം ഇരുവരും ഒരുമിച്ച് ബിയറൊക്കെ അടിച്ച് കുടിക്കുന്നുണ്ട്. അന്ന് രാത്രി വിഘ്നേഷിന് കമ്പനി കൂടാൻ വേണ്ടി വന്നതായിരുന്നു വീട്ടുടമ. പതിവ് പോലെ TV ഓൺ ആവുന്നു. അപ്പോഴേക്കും വീട്ടുടമയുടെ ബോധം പോയിരുന്നു. പുസ്തകം താഴേക്ക് വീഴുന്നു. എന്നാൽ ഇത്തവണ വീട്ടുടമ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവന്റെ ബോധവും പോകുന്നു. പിന്നീട് ബോധം വന്നപ്പോൾ ആ വീട്ടിൽ 3 പേർ മരിച്ച ആ ദിവസം നടന്ന സംഭവങ്ങൾ അവന്റെ മുന്നിൽ തന്നെ അവന് കാണുന്നു. 3 പേരുടെ മൃതദേഹങ്ങൾ അവനും കാണുന്നു. അതേസമയം വിഘ്നേഷ് അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടുടമയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ വീട്ടുടമ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴേക്കും ഡോക്ടർമാർ എത്തി വിഘ്നേഷിനെ പരിശോധിക്കുന്നു. അതേസമയം ബാലചന്ദ്രൻ അവിടെ എത്തിയിരുന്നില്ല. ബാലചന്ദ്രൻ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു. വീടിനുള്ളിൽ കയറി അവിടെ എന്താണ് സംഭവിച്ചെന്ന് അന്വേഷിക്കുന്നതിടെ അവന് ഒരു കത്ത് കിട്ടുന്നു. അത് വീട്ടുടമയുടെ മകൾ അച്ഛന് എഴുതിയ കത്തായിരുന്നു. കത്തിൽ അവൾ ഇങ്ങനെ എഴുതി, അച്ഛ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ പയ്യനെ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവൻ എന്റെ സ്നേഹം മുതലെടുത്തു. ഇപ്പോൾ അവന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിന് അച്ഛൻ മാപ്പ് തരുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അവളുടെ ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബാലചന്ദ്രന് ഇത്രയും ദിവസം താൻ കണ്ടുകൊണ്ടിരുന്നത് പെൺകുട്ടിയുടെ പ്രേതമായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അവിടെ കിടന്നിരുന്ന ന്യൂസ് പേപ്പറിലും ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് ഒരു വാർത്തയുണ്ടായിരുന്നു. സത്യം മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വീടിന്റെ അടുത്ത് നിന്ന് ആരോ ബാലചന്ദ്ര എന്ന് വിളിക്കുന്നു. അത് കേട്ടതും തിരിഞ്ഞു നോക്കുമ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം തൂങ്ങിക്കിടക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ അവനോട് എല്ലാം വിശദമായി പറയുന്നു. ഇവിടെ നിന്ന് പോകാനല്ലേ ഞാൻ പറഞ്ഞത്, എന്നിട്ടും നീ അത് കേട്ടില്ലല്ലോ. അപ്പോഴാണ് ബാലചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. കേസ് അന്വേഷിക്കാൻ ആദ്യമായി ആ വീട്ടിലെത്തിയപ്പോഴും അവിടെ ഈ പെൺകുട്ടി കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വിഘ്നേഷ് വീട് കാണാൻ വന്നപ്പോഴും അവിടെ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പുറത്ത് കറണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തുണിയെടുക്കാൻ പുറത്ത് വന്നതും അവൾ തന്നെയായിരുന്നു. രാത്രി കിടക്കാൻ പോകുമ്പോൾ വീട്ടുടമയുടെ മകളാണെന്ന് പറഞ്ഞ് അവൾ വിഘ്നേഷിനോട് സംസാരിച്ചിരുന്നു. ഇതെല്ലാം ആ പെൺകുട്ടിയുടെ പ്രേതമായിരുന്നു. ഇതിന്റെ എല്ലാം കാരണം ആ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന 3 യുവാക്കളായിരുന്നു. അവർ 3 പേരും ഫ്ലാറ്റിൽ താമസിച്ചിരുന്നവരും മിടുക്കന്മാരുമായിരുന്നു. അവരിൽ ഒരാളുമായി ആ പെൺകുട്ടിക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ബന്ധം വേർപിരിഞ്ഞു. എന്നാൽ ആ പയ്യൻ അവളുടെ പ്രണയത്തിന് പേരിൽ ശാരീരികമായി ഉപയോഗിച്ചിരുന്നു. അവൻ അവളെ ഉപയോഗിച്ച ശേഷം മറ്റൊരാൾ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അതേ വീട്ടിലുള്ള മറ്റൊരു പയ്യൻ. ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞതോടെ അവൾക്ക് വലിയ മാനസികാഘാതം ഉണ്ടാവുന്നു. മരിച്ച ശേഷം അവളുടെ പ്രേതം ആ 3 പേരെയും പ്രതികാരത്തിനായി കൊന്നതാണെന്ന് ബാലചന്ദ്രന് മനസ്സിലാവുന്നു. ഈ സത്യം മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അവിടെ നിന്ന് കാറെടുത്ത് നേരെ പോകുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ വീടിന്റെ മുന്നിലേക്ക് തന്നെ എത്തുന്നു. അപ്പോഴാണ് ആ വീടിനുള്ളിൽ ലൈറ്റ് കത്തുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. ജനാലിന്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് നോക്കുന്നതും അവൻ കാണുന്നു. അത് ആ വീട്ടുടമയുടെ മകളായിരുന്നു. എന്നാൽ ബാലചന്ദ്രൻ ഒന്നും പറയാതെ കാർ എടുത്ത് അവിടെ നിന്ന് നേരെ പോകുന്നു. ഇതോടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നു. അപ്പോ അടുത്ത കഥയുമായി എത്താം. ബൈ.